കോൺസെൻട്രേഷനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത് അല്ലേ? ചില പണ്ട് കാലത്തുള്ളവർ പറയാറുണ്ട്, ഒരു കാര്യം ആഗ്രഹിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നാൽ ആ കാര്യം സംഭവിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. ലൈക്ക് ദാറ്റ് എനിക്കും വിശ്വാസമില്ലായിരുന്നു. നമ്മളൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. മേ ബി ചിലപ്പോൾ അത് സംഭവിച്ചേക്കാം. നമ്മുടെ കണ്ണിന് ഒരു പവറുണ്ട്, എല്ലാവരുടെയും കണ്ണിനൊരു തീക്ഷ്ണതയുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ആക്റ്റാണ് ഇത്. കഴിഞ്ഞ ഫെബ്രുവരി 14 എനിക്ക് എൻ്റെ ഗേൾ ഫ്രണ്ട് തന്ന ഒരു ബലൂണിൻ്റെ സ്റ്റിക്കാണ്. അത് ബലൂണും ഉണ്ടായിരുന്നു, വരുന്ന വഴിക്ക് ട്രെയിനിൽ നിന്ന് പൊട്ടിപ്പോയതാണ്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടുന്ന് കിട്ടുന്ന ബലൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു ബലൂൺ എടുത്ത് ഒരു ബലൂണിനെ വീർപ്പിച്ച് കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഈ സ്റ്റാൻഡിലേക്ക് ഈ ബലൂണിനെ വെക്കുകയാണ്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്കിതിനെ ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, എലിൻ ചേച്ചി, നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിൽക്കാം. ഇനി ജഡ്ജസ് 3 പേരും അതുപോലെ നമ്മളും ആ ബലൂണിലേക്ക് ഷാർപ്പായിട്ട് നോക്കണം. ഓക്കെ, ഫോർ എ കപ്പിൾ ഓഫ് സെക്കൻഡ്സ് നമ്മൾ ആ ബലൂണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബലൂണ് പൊട്ടുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യണം. റെഡി സർ? റെഡി. ഓക്കെ, റെഡി. 1 2 3 ഞാനൊന്ന് വന്നോട്ടെ കേട്ടോ, ഞാനൊന്ന് വന്നോട്ടെ. ബലൂൺ ശരിക്കും ഇത് ബലൂൺ വെക്കുന്ന സ്റ്റാൻഡാണ്. നമ്മൾ ശരിക്കും നമ്മുടെ കണ്ണുകൊണ്ട് പൊട്ടിച്ചാണോ അത്? നമ്മുടെ കണ്ണിന് നമ്മൾക്കറിയാത്തൊരു പവർ ഉണ്ട്. അത് ചില സന്ദർഭങ്ങളിലൊക്കെ അത് വർക്കൗട്ട് ആവും, ചില സന്ദർഭങ്ങളിൽ വർക്കൗട്ട് ആവില്ല.